ഹലോ, സുറൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഗരം മസാല നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. റംസാനൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അത്യാവശ്യമാണല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് എന്ന് നോക്കാം. അപ്പോൾ അതിനായി നമ്മൾ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് എന്ന് നോക്കാം. ഇത് ഉലുവയാണ്. 2 ടീസ്പൂൺ ഉലുവ, 4 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ ഇത് 2 ടീസ്പൂൺ കസ്കസാണ്, വെള്ള കസ്കസ്. ഇത് ഞാൻ ഇതിൽ കൂട്ടാറുണ്ട്. പിന്നെ ഇത് പട്ടയാണ്. ഈ പട്ട കട്ടി കുറവാണ്. അത് എൻ്റെ വീട്ടിലെ പട്ട മരത്തിൽ നിന്ന് ചെത്തിയെടുത്ത് ഉണക്കിയതാണ്. പുറത്തുനിന്ന് വാങ്ങാറുണ്ട്, പക്ഷേ ഇപ്പോൾ വീട്ടിൽ ഉള്ളത് കൊണ്ട് ഞാൻ അത് എടുത്തു. പിന്നെ പട്ടയുടെ ഇലയാണ് ഇതൊരു 10-15 ഇലയുണ്ട്. അത് വീട്ടിൽ ഉള്ളത് കൊണ്ട് അതെടുത്തു. പിന്നെ കറിവേപ്പില, അതും വീട്ടിൽ ഉള്ളത് കൊണ്ട് കുറച്ചധികം കറിവേപ്പില, ഒരു 10-20 കറിവേപ്പിലയുടെ അല്ലിയുണ്ട് ഇത്. പിന്നെ 2 ടീസ്പൂൺ കുരുമുളകാണ്. പിന്നെ 2 ജാതിക്ക, 5-10 ഏലക്കായ, ഒരു 1/2 ടീസ്പൂൺ ഗ്രാമ്പു, കണ്ടില്ലേ, ഗ്രാമ്പു. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. ഇത് നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളതാണ്. എല്ലാത്തിലും ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ടീസ്പൂൺ കണക്കിന് പൊടിയെടുത്ത് ബിരിയാണിയിലും ഇടാം. ബിരിയാണി വെക്കുമ്പോൾ അതിൻ്റെ മസാല തയ്യാറാക്കുമ്പോൾ അതിലേക്കും ഇത് ആവശ്യത്തിന് ഇടാം, ബീഫിലേക്കും ആവശ്യത്തിന് ഇടാം. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ കായം തേക്കുമ്പോഴും ഇത് ഞാൻ ഇടാറുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കൊന്ന് വറുത്ത് പൊടിക്കാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ പെരിഞ്ചീരകം ചൂടാക്കാം. ഒന്ന് ചെറുതായി ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചൂടാക്കുന്നത് അത് വറവ് ഒരേപോലെ ആകാൻ വേണ്ടിയാണ്. ഇനി അടുത്തത് നമുക്ക് ബാക്കിയുള്ള സാധനം. കുരുമുളക്, ഗ്രാമ്പു, ജാതിക്ക, ഏലക്ക, ഇതൊക്കെ ഞാൻ ഒരുമിച്ചാണ് പറഞ്ഞത്. ഇതിൽ ജീരകം, നല്ല ജീരകം ഇല്ലാത്തത് കൊണ്ട് അത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 1/2 ടീസ്പൂൺ ഇടുമായിരുന്നു. അപ്പോൾ ഇവിടെ പൊടിച്ച് വെച്ചതുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് അത് എടുക്കാമെന്ന് കരുതി. ജീരകമില്ല, അപ്പോൾ ആവശ്യമുള്ളവർ ജീരകവും കൂട്ടാം. കസ്കസ് ചൂടാക്കുമ്പോൾ കരിയാതിരിക്കാൻ തിരി നന്നായി ചുരുക്കുക. ബാക്കിയെല്ലാം വറുത്തെടുത്തു. ഇപ്പോൾ ഇനി വൈറ്റ് കളർ വരും, അപ്പോൾ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് കുറേശ്ശെ ഇട്ട് പൊടിക്കാം. ആവശ്യത്തിന് ഇട്ട് പൊടിച്ചെടുക്കാം. ഇതെല്ലാം ഇപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇതൊരു കുപ്പിയിലാക്കി വെക്കണം ചൂടാറിയതിന് ശേഷം. ഈ രീതിയിലാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, സബ് ചെയ്യണം. ഓക്കെ, ബൈ.